ജോഡീശ്വറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നിങ്ങളെയൊക്കെ കണ്ണിലുണ്ണിയായിട്ടുള്ള ഷൈൻ ടോം ചാക്കോ. നമസ്കാരം ഷൈൻ. എന്തൊക്കെയുണ്ട് വിശേഷം? ഷൈൻ ടോം, അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഏത് പരിപാടി? നമ്മുടെ പരിപാടി ഏതെന്ന് പറയാം. ഏത് പരിപാടി? ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിമാന നിമിഷമാണ് ഇത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വിങ്ങും നെഞ്ചുടുക്കി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോ നോക്കി കാണുകയാണ്. അവളുടെ ഷോവിന് പേരിട്ടത് ഞാനാണ്, മസ്തി വിത്ത് മസ്താനി. ഓ, മസ്തി വിത്ത് മസ്താനി. ഇവരൊക്കെ മക്കളുടെ പ്രായമായി നമ്മുടെ അല്ലേ? നമ്മുടെ ധ്യാൻ ചേട്ടൻ നമ്മുടെയൊക്കെ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും കേട്ടോ, ഡിജിറ്റൽ മീഡിയയുടെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ. ഞാനാണ് ആദ്യമായിട്ട് സൂപ്പർ സ്റ്റാർ, ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് വിളിച്ചത് ഞാൻ. തൊട്ട് ഞാൻ അനുഭവിക്കുന്നു. What I gotta do, what I gotta do, that bitch when I never get a man. Put the time I let you now. ഒരുപാട് കണ്ടന്റ് ഡിജിറ്റൽ മീഡിയക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ധ്യാൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ എന്ന് തുടങ്ങും എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ധ്യാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് വരുമോ നമ്മുടെ മുന്നിൽ? ഇല്ല വരില്ല. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. വന്നിട്ടുണ്ട്. വീണയുടെ വരുമാന സ്രോതസ്സുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴും വീണയുടെ ബാങ്ക് ബാലൻസ് ഒക്കെ വീണ പലപ്പോഴായിട്ട് വീണയാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് പലപ്പോഴായിട്ട് തരുന്നത്. എനിക്ക് ഇങ്ങനെ വന്നു, ഇതൊക്കെ വന്നു. അപ്പൊ ഞാൻ ചില ദിവസങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന അത്രതിനേക്കാളും കൂടുതൽ, കാരണം അത്രമാത്രം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളും കൂടിയൊക്കെ ഒന്ന് ഞാൻ നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചത് സിനിമ, കാരണം അത്രമാത്രം യൂട്യൂബും. പിന്നെ വീണയുടെ റവന്യൂ ഞാൻ വർഷങ്ങളുടെ റവന്യൂ അന്വേഷിച്ചപ്പോൾ വീണ എന്നോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ നമുക്ക് മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാനുള്ള പൈസ വീണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്, പറഞ്ഞതാണ്. അപ്പൊ എന്തെങ്കിലും ഇനി അങ്ങനെ ഒരു ഇതുവരെ ഒന്നും പ്ലാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അത്ര പൈസ കാർത്തിയില്ല ആക്ച്വലി, വീണയുടെ അത്ര കാർത്തിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇന്നത്തെ മലയാള സിനിമയിൽ ഈ പറഞ്ഞ പോലെ സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണുമോ? എന്നോട് ഞാൻ മറ്റേ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ പറഞ്ഞു, ധ്യാൻ തോറ്റ പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു, കാരണം അതിൽ നിന്ന് വരെ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ധ്യാന്റെ അമ്മാവൻ തന്നെയാണ് പറഞ്ഞത്. തോൽവികളായിട്ടുള്ള പടങ്ങളൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ്, ഇപ്പൊ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ വെറുതെ രാത്രി പാതിരാത്രി വെറുതെ അപമാനിക്കും. ഞാനിതിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു. ബെസ്റ്റ് കോണ്ടന്റ് ആങ്കർ ആണ്, സ്പെഷ്യൽ ജൂറി പരാമർശമാണ്, വിഷ്ണു ജെ മുരളീധരനാണ് ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങൾ സാദരം ഇൻവൈറ്റ് ചെയ്യുന്നത്. വിഷ്ണു ജെ മുരളീധരനാണ്, സ്പെഷ്യൽ ജൂറി പരാമർശമാണ്. ഇങ്ങനെ ഒരു അവാർഡിനായിട്ട് എൻ്റെ ഈ 17 വർഷത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തായാലും വിഷ്ണു ആണ്. ഇനി അടുത്ത വിഷ്ണു 2 വാക്ക് സന്തോഷം രേഖപ്പെടുത്തണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇനി അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന 2 ആങ്കേഴ്സിനും കൊടുക്കേണ്ടത് കണ്ടന്റ് ക്രിയേറ്റർ സ്പെഷ്യൽ ജൂറി അവാർഡൊന്നല്ല, മികച്ച സ്വഭാവ നടന്മാർക്കുള്ള അവാർഡാണ്. നമ്മളിത് ശ്രമിച്ചു നിന്നല്ല. ചേച്ചിക്ക് ഒരു ഡബ്ബർ ബാൻഡിന്റെ അവാർഡും. ഡബ്ബർ ബാൻഡിന്റെ നീട്ടുന്നുണ്ടല്ല. ഇത്ര ഞാൻ പിടിച്ചു നിർത്തുന്ന പാട് എനിക്കും ഇവിടെ ഇരിക്കുന്നവർക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോ ഒരുപാട് നന്ദിയുണ്ട്. ധ്യാൻ ചേട്ടൻ നമ്മുടെയൊക്കെ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ സാധാരണ ഇൻട്രോ ഒക്കെ നേടുമ്പോഴോ അല്ലെങ്കിൽ ചോദ്യമൊക്കെ നേടുമ്പോൾ എയറിൽ കയറുക എന്നല്ലാണ്ട് ഇതൊരു സ്റ്റേജിൽ കയറിയിട്ടില്ല ഒരു അവാർഡ് മേടിക്കാൻ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. നല്ല കോണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ചേട്ടൻ്റെ പോലെ നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അനുഭവ സമ്പത്തുള്ള ആളുകളെ കൊണ്ടാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് ധ്യാൻ ചേട്ടാ. താങ്ക് യു സോ മച്ച് വിഷ്ണു. ഇനി ഞങ്ങളുടെ ബെസ്റ്റ് എന്റർടൈൻമെന്റ് അവാർഡും കൂടിയാണ്, ജൂറി പരാമർശമാണ്. അജിൻ ആണ് അതിന്റെ വിന്നർ ആയിരിക്കുന്നത്. അജിൻ പ്ലീസ്, സ്പെഷ്യൽ ജൂറി അവാർഡാണ്.
ഭയങ്കര ഫോട്ടോ നോക്കി മീര ഈ മാട്രിമോണിയിലൊക്കെ നമ്മൾ ചില കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന ഈ ഫോട്ടോ ഒന്ന് നോക്കി ശ്രദ്ധിച്ച്. എന്തോ ഒരു കള്ള ലക്ഷണം പോലെ അല്ലെ, നോട്ടത്തിന്റെ ആണെന്ന് തോന്നുന്നു. ഒരു അവാർഡ് എനിക്കും എല്ലാം കഴിഞ്ഞ് ഞാൻ ബാക്കി വന്നിരുന്ന ഒരു അവാർഡ് എനിക്കും തരണേന്ന് ഒരെണ്ണം. എടാ ഇത് എനിക്ക് തന്ന അതേ അവാർഡാ, ബാക്കി ഇല്ലായിരുന്നു. ധ്യാൻ ചേട്ടനാണല്ലോ ഞങ്ങളുടെ എല്ലാം ഗോഡ് ഫാദർ. അപ്പോ ആണ് ധ്യാൻ ചേട്ടനെ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അഭിനയിക്കുകയാണ്. ശരിക്കും കേട്ടോ, ഡിജിറ്റൽ മീഡിയയുടെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ. ഞാനാണ് ആദ്യമായിട്ട് സൂപ്പർ സ്റ്റാർ, ഡിജിറ്റൽ സൂപ്പർ സ്റ്റാറിന് ആദ്യമായിട്ട് വിളിച്ചത് ഞാനല്ലേ. ശരിക്കും അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കണം. ഞാൻ സത്യം പറയാലോ, ഇവൻ ഇൻട്രോ തന്നല്ലേ ഞാൻ. ഇവൻ എത്ര ഇൻട്രോ, ചില സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് ചില ആൾക്കാർ, നമ്മുടെ സിനിമയിലുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫേസ്ബുക്കിൽ നമ്മൾ കാണും, ഈ ഫാമിലിക്ക് എത്ര ലൈക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നുവെച്ചാൽ അതിൻ്റെ താഴെ പച്ച തെറിയായിരിക്കും. അതുപോലെ ഞാൻ തകർന്ന് തരിപ്പണായിരിക്കുന്ന സമയത്തൊക്കെ, തകർന്നിരിക്കുകയാണ് അറിയാലോ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ എന്നെ പൊക്കി അടിക്കും. എന്നിട്ട് ഇവനും തെറിയിട്ടും എനിക്കും തെറി വാങ്ങിച്ചു തരുന്ന ഉഗ്രം കണ്ടന്റ് ഇവൻ്റെ. അജാതി തെറിയാ എനിക്കും ഇവനും. അതുകൊണ്ട് എനിക്കും ഈ അവാർഡ് ഷെയർ ഈക്വലി എനിക്ക് എന്തായാലും താങ്ക് യു അജിൻ, ഇങ്ങനെ എന്നെ മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഇങ്ങനെ തന്നെയോ? ധ്യാൻ ചേട്ടന് എല്ലാവിധ ആശംസകളും. താങ്ക് യു മൈൽ സ്റ്റോൺ ഫാമിലി. ഷാൽബിനിക്ക് എന്നെ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ താങ്ക് യു ഫോർ ദി അവാർഡ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വലിയ വലിയ ഇവന്റ്സുകൾ ചെയ്യാൻ ഭാവിയിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് അജിൻ സ്റ്റീഫൻ. ഒരു അവാർഡ് കൂടെ കഴിഞ്ഞാൽ ധ്യാനം ഞങ്ങൾ ഫ്രീ ആക്കുകയാണ്. അടുത്ത അവാർഡ് കണ്ടന്റ് ആങ്കർ സ്പെഷ്യൽ ജൂറി അവാർഡ് ശ്രീനാഥ് കെ ജനാർദ്ദൻ. ശ്രീനാഥ് കെ ജനാർദ്ദനാണ്. കണ്ടന്റ് ഇതായതുകൊണ്ട് എന്തായാലും അവൻ കുറച്ചധികം സംസാരിക്കും അല്ലേ? എന്ത് കണ്ടന്റ് ആണ് ഇവിടെ എന്ന് പറയാൻ പോകുന്നത്? പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. താങ്ക് യു എന്തായാലും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. പക്ഷേ സ്നേഹം തോന്നുന്നുണ്ടല്ലേ നമുക്ക് ആളെ കാണുമ്പോൾ തന്നെ കേട്ടാ. ഇല്ല, എന്തായാലും മൈൽ സ്റ്റോൺ ഇങ്ങനൊരു ഇവന്റ് ഇവിടെ സംഘടിപ്പിച്ചതിലും ഇതേപോലെ നമ്മളിപ്പോൾ കലാകാരന്മാരെയൊക്കെ കണ്ടെത്തി ഇതുപോലെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു ഇവന്റ് നടത്തിയതിന് ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് ഇവന്റ്സ് ഇതുപോലെ നടന്നിട്ട് എല്ലാവിധ ആശംസകളും എല്ലാ ടീമിനും. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. ഒരേ ഒരാൾക്കും കൂടെ ഇല്ലെങ്കിൽ പോവില്ല എന്നാള് പറയുന്നത്, ഇവിടെ കിടക്കുവാണ് ആള്. ഒരാളെന്ന് പറയുന്നത് മസ്താനി എന്ന് പറയുന്ന ഒരു പേര് കേട്ടിട്ടുണ്ടോ? യുവാക്കളുടെ ഹരമായി മാറിയ ഒരു അവതാരകയാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വാ, നിനക്ക് അവാർഡ്. മോസ്റ്റ് എന്റർടൈൻമെന്റ് ആങ്കർ ഓഫ് ദി ഇയർ അവാർഡാണ്. എക്സൈറ്റ്മെന്റ് കൊണ്ടിട്ട് മസ്താനി പറഞ്ഞു ധ്യാൻ ചെയ്യേണ്ട കയ്യിലല്ല, ഞാൻ ഇവിടെ ഇന്ന് തൂങ്ങി മരിക്കുന്നവരെ പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇവിടെയോ? ഇതെവിടെ തൂങ്ങുന്നു? സോറി, അങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ. ചുമ്മാ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിമാന നിമിഷമാണ് ഇത്. കാരണം അറിയാമോ, എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവളുടെ ഷോന് പേരിട്ടത് ഞാനാണ്, മസ്തി വിത്ത് മസ്താനി. ഓ, മസ്തി വിത്ത് മസ്താനി. അറിയില്ലേ മീരേ? അത് മസ്താനിനെ എനിക്കറിയാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണ് നിറയണം. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ധ്യാൻ ഇപ്പൊ നോക്കി കാണുകയാണ്. അച്ഛന്റെ ആണോ കൊച്ചച്ഛന്റെ കാലം ബഹിരാകാശം കീഴടക്കിയിരുന്ന ഒരാളാണ്. മസ്താനി, ഒരു വാക്ക് ധ്യാൻ ചേട്ടനെ പറ്റി. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യം പറയാം. ആദ്യം ഓടി വരുന്ന ഈ ചിരിയാണോ? ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂല് അവൾ കരഞ്ഞിരുന്നു മസ്താനി. ഓ റിയലി? ഓക്കേ. എന്തോ ഞാൻ പറഞ്ഞു മസ്താനി വിശക്കുന്ന നമുക്ക് നിർത്താന്ന്. അപ്പൊ കരഞ്ഞു. അങ്ങനെയാ റീച്ചായേ. ഞാൻ ആങ്കറിനെ കരയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട്. പക്ഷെ ഇന്ന് മസ്താനി എന്നെ കരയിപ്പിച്ചില്ലേ? എന്തൊരു സൈക്കിൾ ഓഫ് ലൈഫ് അല്ലേ? സൈക്കിൾ ഓഫ് ലൈഫ്, കാലചക്രം. ഒരു വൃത്തികെട്ട സൈക്കിൾ അല്ലേ? Okay. First of all, thank you so much, Milestone Makers, for this recognition. Nailing it.
കാണാതെ പഠിച്ചിട്ട് വന്നതാ. അങ്ങനെ പുറത്ത് പറയണ്ട. സോറി. ഓക്കെ, പെട്ടെന്ന് തന്നെ പറയാം. ആക്ച്വലി ധ്യാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വേണമെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വീണ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആങ്കറിങ് ലൈഫിൻ്റെ ഈ ഒരു ജേർണിയിൽ ചേട്ടൻ അറിഞ്ഞോ അറിയാതെയോ വളരെ വലിയൊരു സാന്നിധ്യമായിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത ഒരു സെലിബ്രിറ്റി ധ്യാൻ ചേട്ടനായിരുന്നു. ചേട്ടൻ പറഞ്ഞു, വളരെ ഇതായിട്ടൊന്ന് സംസാരിക്കുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഷോക്ക് ചേട്ടൻ പേരിട്ടു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ആസ് എൻ ആങ്കർ ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂ എടുത്ത ഒരു ആങ്കർ എന്ന നിലയിലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ റീച്ച് കൂടിയത്. ആൻഡ് സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്തതും ധ്യാൻ ചേട്ടനെ വെച്ചിട്ടായിരുന്നു. അതേപോലെ വീണയുടെ ഇതുപോലെ രാത്രി പാതിരാത്രിക്ക് അല്ല, നിങ്ങൾ ഈ പാതിരാത്രിക്ക് പോയിട്ട് ഇന്റർവ്യൂ രാവിലെ എനിക്ക് ജോലി ഉണ്ടെന്നേ. അപ്പോൾ അങ്ങനെ ഏറ്റവും വലിയ വലിയ ബെസ്റ്റ് മൊമെന്റ്സ് ഒക്കെ ധ്യാൻ ചേട്ടൻ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവാർഡും ധ്യാൻ ചേട്ടൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ധ്യാൻ ചേട്ടൻ്റെ കയ്യിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ അപ്പുവിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. മെയിൻ അവാർഡൊക്കെ ലാസ്റ്റിലാണ് വരിക. വീണന്റെ ശേഷമാണ് നിന്റെ അവാർഡ്. നീ ആ മെയിൻ. അപ്പൊ വീണനേക്കാൾ ഒരുപടി മോഡലാണ്. അടി ഉണ്ടാക്കില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് മസ്താനി. അപ്പൊ ഇങ്ങനെ മസ്തിയായിട്ട് എന്നെ പൊക്കോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചേട്ടാ ഒരു കാര്യം കൂടെ. അയ്യോ, പക്ഷെ അതായത് വേണം കുട്ടി. അത് ആക്ച്വലി ഒരു കാര്യം കൂടി, എൻ്റെ ഒരു ഗോഡ് ഫാദർ ആക്കി ഞാൻ ധ്യാൻ ചേട്ടനെ കാണുന്നു. റിയലി? അച്ഛൻ അച്ഛനാണത്രയാ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവരൊക്കെ മക്കളുടെ പ്രായമായി നമ്മുടെ അല്ലേ? നമ്മുടെ എനിക്കൊരു പെങ്ങളെ പോലെയാണ് ഞാൻ മസ്താനിനെ. മോളെ പോലെ കാണാൻ തോന്നുന്നുണ്ടോ? അപ്പൊ എന്തായാലും മസ്താനി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത അവാർഡ് കണ്ടന്റ് ആങ്കർ ആണ്. അഖിൽ ദേവനാണ് ആ ഒരു അവാർഡ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. ഈ വൈകിയ വേളയിൽ വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല. താങ്ക് യു ധ്യാൻ ചേട്ടാ, താങ്ക് യു മൈൽ സ്റ്റോൺ ഫോർ ദിസ് അവാർഡ്. ഇങ്ങനെ ഒരു സ്പേസ് ഒരുക്കി തന്നതിനും ഒരുപാട് താങ്ക്സ്. അവാർഡിന് മാത്രമല്ല, ഇങ്ങനെ സ്പേസിനും ഒരുപാട് നന്ദി. താങ്ക് യു. ഇനി ഞങ്ങൾ ഒരാൾ കൂടി ഈ ഒരു മൊമെന്റിൽ കൊടുക്കുകയാണ്. കാരണം സ്നേഹിച്ചവളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗത്തിൽ മാനസികമായിട്ട് തളർന്ന് ആത്മഹത്യക്ക് പോലും മുതിർന്ന ഒരാളാണ്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തൻ്റെ സങ്കടം ഒരു ബിസിനസ് ആക്കി മാറ്റി. ഇന്ന് 110 കോടി ടേൺ ഓവറുള്ള 2000-ഓളം വരുന്ന ജോലിക്കാർക്ക് 72 മില്യൺ ഉപഭോക്താക്കൾക്കുമുള്ള സ്ഥാപനമായി പടുതുയർത്തിയ ഒരു ബിസിനസ്മാൻ ആണ് മിസ്റ്റർ ഷബീർ അലിയാണ്. ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ദി ഹക്കർ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ദ ബെസ്റ്റ് ബിസിനസ് പ്രൊഫഷണൽ ആൻഡ് ടോപ്പ് ബിസിനസ്മാൻ ഓഫ് ദി ഇയർ 2024 ആണ്. ഇന്ന് അദ്ദേഹം ഏകദേശം 110 കോടി ടേൺ ഓവറുള്ള ആസ്തിയുള്ള ഒരു വലിയ സാമ്രാജ്യത്തിന് ഉടമ കൂടിയാണ്. അപ്പോൾ നഷ്ടങ്ങളിൽ നിന്ന് തുടങ്ങി ഈ പറഞ്ഞ പോലെ ഇന്ന് വലിയൊരു വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു വിജയമായി മാറിയ ഹക്കറിന്റെ ഫൗണ്ടർ ആൻഡ് CEO. നമസ്കാരം. ഭയങ്കര ലേറ്റായി എന്നറിയാം. ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മൾ ആക്ച്വലി കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ജീവിച്ചിരിക്കാൻ ശ്വാസം കൊടുക്കുന്ന പോലെയാണ്. ശരിക്കും നമ്മളിങ്ങനെ മനുഷ്യന്മാരിങ്ങനെ കേട്ടിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളെ സൈക്കോളജിസ്റ്റുമാർ 24/7 ഓൺലൈനിലൂടെ നമ്മൾ ഏകദേശം ഇപ്പം ഒരു 72 മില്യൺ ആൾക്കാരിപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 കൂടിയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു പ്ലെയർക്ക് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം സുഖമില്ല കേട്ടോ, അതുകൊണ്ടാണ് കിതപ്പ് അനുഭവപ്പെടുന്നത് ആക്ച്വലി. എനിവേ, താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ. ഇറ്റ്സ് മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി ഈ പറഞ്ഞതുപോലെ ഇനിയും ഇതുപോലെ തന്നെ സാമ്രാജ്യം വളർന്നുകൊണ്ടേ ഇരിക്കട്ടെ ഞങ്ങൾ എല്ലാവരും വിഷയമാണ് ഫോർ ഷബീർ അലി. താങ്ക് യു സോ മച്ച്. ഇനി ബെസ്റ്റ് ആങ്കർ ന്യൂ ഫേസിനുള്ളൊരു അവാർഡ് കൂടി കൊടുക്കാൻ പോകുന്നു. മെഹർ ഫാത്തിമയാണ് ഞങ്ങളുടെ ന്യൂ ഫേസ്. ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ യുവാക്കളുടെ ഹരമായി മാറിയ ഞങ്ങളുടെ മെഹർ ഫാത്തിമയാണ് ഞങ്ങളുടെ ബെസ്റ്റ് ആങ്കർ. രണ്ട് വാക്ക്. താങ്ക് യു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്.
ധ്യാൻ ചേട്ടാ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു പരിചയം. അടുത്ത ആഴ്ച കാണുമല്ലോ, അതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇന്റർവ്യൂ ഒരു കരിയർ ബ്രേക്ക് ആവുമെന്ന്. കൊള്ളായിരുന്നു ഇന്റർവ്യൂ. എയറിലായിരുന്നു. Okay. താങ്ക് യു. Okay. Okay, thank you so much. Best RJ of the year RJ രാഘവാണ്. ബെസ്റ്റ് RJ of the year ആണ്. ക്ലബ് എഫ്എമ്മിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. ബെസ്റ്റ് RJ of the year RJ രാഘവാണ്. ക്ലബ് എഫ്എമ്മിന് വേണ്ടി ക്ലബ് എഫ്എമ്മിന് വേണ്ടിയിട്ട് രണ്ട് വാക്ക്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ അവാർഡിന് സെലക്ട് ചെയ്തതെന്ന്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അവാർഡിന് വിളിച്ച സമയത്ത്. അവർ പറഞ്ഞു ആൾക്കാരിൽ നിന്നാണ് ചോദിച്ചതെന്ന്. ഈ വർഷത്തെ 2ാമത്തെ അവാർഡാണ്. അപ്പോൾ ആൾക്കാർ നമ്മുടെ പേര് പറയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ അവാർഡ് നിങ്ങൾ കാണുന്ന റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസിലുള്ള ദേവിയാണ്. അത് എഡിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കുന്ന ദേവിയാണ്. ദേവിക്ക് വേണ്ടിയിട്ട് ടീം ക്ലബിന് വേണ്ടിയിട്ടും ഞാൻ ഈ അവാർഡ് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. താങ്ക് യു ധാൻബറോ, താങ്ക് യു മൈൽ സ്റ്റോൺ. ഇതെൻ്റെ ലൈഫിലൊരു മൈൽ സ്റ്റോൺ പോയിന്റായി മാറട്ടെ. താങ്ക് യു സോ മച്ച് ഡിയർ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഇനി അടുത്തതെന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. കാരണം പോയ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച, ത്രസിപ്പിച്ച, മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിച്ച ആ ആൾക്കാർ ആരാണെന്ന് അറിയാൻ പോവാണ്. കോമഡി സ്റ്റാർസ് ഫോർ ദ ഇയർ 2024 ആയിരുന്നു. മഞ്ജു ചേച്ചിക്ക് അസാധ്യമായിട്ട് ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഹാസ്യത്തിൽ നമ്മളെ മിന്നുന്ന പ്രകടനം കൊണ്ട് ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ച ആൾക്കാർ ആരാണെന്ന് അറിയുന്നു? പറയട്ടെ, പറഞ്ഞു ചേച്ചി. അവിൻ കെവിൻ. എവിൻ ആൻഡ് കെവിൻ. എവിൻ. ഞങ്ങളുടെ ആവിൻ ആൻഡ് കെവിൻ ആണ് ഇവിടെ ഇതാ അവാർഡ് മേടിക്കുന്നത്. രണ്ടുപേരൂടെ ചേർന്നിട്ട് പോയ വർഷം ഏറ്റവും കൂടുതൽ മില്യൺ വ്യൂസ് കിട്ടിയ ഒരുപാട് പെർഫോമൻസ് സമ്മാനിച്ച ആവിൻ ആൻഡ് കെവിൻ കോമഡി സ്റ്റാർ ഐക്കൺസ് 2024. അപ്പൊ എന്തായാലും മഞ്ജു ചേച്ചിക്ക് ഈ പറഞ്ഞ മാതിരി മഞ്ജു ചേച്ചിനെ ഞങ്ങൾ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാണ്. കാരണം നിങ്ങൾക്ക് ശരിക്കും എത്ര വയസ്സായി? ബോയ്സ് എത്ര പ്രായമായി നിങ്ങൾക്ക്? ഏപ്രിൽ 17 ആവും. ഏപ്രിൽ 17 ആവും പ്രായപൂർത്തിയാവാൻ. ഇനി ഒരു വർഷം കൂടെ ഉണ്ട്. ഓക്കെ, നിനക്ക് സെയിം ഏജ്. നിങ്ങൾ എത്ര ദിവസത്തെ വ്യത്യാസമുണ്ട്? 8 മിനിറ്റിന്റെ 8 മിനിറ്റിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇവര് തമ്മിലുള്ള കൗണ്ടറിന് 8 സെക്കൻഡിന്റെ ഗ്യാപ്പ് പോലും കൊടുക്കാതെയാണ് ഇവർ കൗണ്ടർ അടിക്കുന്നത്. മല്ലികാന്റിയൊക്കെ എനിക്കൊന്ന് ജഡ്ജ് ചെയ്തിട്ടുണ്ടല്ലേ? രണ്ടുപേരെയും ജഡ്ജ് ചെയ്തിട്ടില്ലേ? ഒരുപാട് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഞെട്ടിക്കാനായിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? ആദ്യം അത് പറയും. ഈ ഒരു അവാർഡൊക്കെ മേടിച്ച് നിൽക്കുകയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഡിജിറ്റൽ ഹാൻഡിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ എന്റർടൈൻ ചെയ്തുകൊണ്ടാണ് അവാർഡ്. എന്ത് തോന്നുന്നു? എവിനും കെവിനും കറക്റ്റ് ആയത്. ഓക്കെ മോനെ, ഇപ്പൊ കണ്ണൊക്കെ പിടിക്കുന്നില്ല ചേച്ചി, കുറച്ച് പ്രായമായി വരുന്നുണ്ട്, അതിന്റെയാണ് പേടിക്കണം. ഓക്കെ, എവിനിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ. വളരെയധികം സന്തോഷം. പിന്നെ TV പ്രോഗ്രാമിലൂടെയാണ് കൂടുതലും എല്ലാവർക്കും അറിയുന്നത്. അതല്ലാതെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടാറുണ്ട്. വളരെയധികം സന്തോഷം. എല്ലായിടത്തും ഉള്ളതല്ലേ തന്നെ ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ അടിയുന്നൊരു തീ ഇങ്ങനെ പൊങ്ങിയായിരിക്കും. ആണ് കെവിനെ, ഒരുപാട് പെൺകുട്ടികളുടെ മെസ്സേജ് ഒക്കെ നിങ്ങളുടെ ഓരോ പെർഫോമൻസിന്റെ താഴെ ഞാൻ കാണുന്നുണ്ട്. ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നു? എവിൻ ആണെന്ന് പറഞ്ഞ് കെവിൻ ആണെന്ന് പറഞ്ഞ് എവിനോ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പെൺപിള്ളേരുടെ മെസ്സേജിനൊക്കെ റിപ്ലൈ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇവൻ അങ്ങനെ വരാറില്ല. ഇവന് വരാറില്ല മെസ്സേജ് ഒന്നും? എനിക്കും വരാറില്ല. സോറി, ഇവന് വരാറില്ല, നിനക്കും വരാറില്ല? ഇല്ല. ഉണ്ടോ? നോക്കാറില്ല. അച്ഛനും അമ്മയുടെ കൂടെയാണ് മക്കൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് തുറന്നു പറയുന്നില്ല. ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊന്നും വരുന്നില്ലേ? ഉണ്ട്. നീ പറ, തുറന്നു പറ, എങ്ങനെ മാനേജ് ചെയ്യുന്നു? കാരണം ചെറിയ പ്രായമാണ്, ഇപ്പൊ പഠിക്കേണ്ട പ്രായമാണ്, ഇപ്പൊ പെർഫോമൻസ് ചെയ്യേണ്ട പ്രായമാണ്. എന്ത് പറയാ ഗേൾസിനോട്? പരീക്ഷ, അതിന്റെ ടെൻഷൻ തന്നെ ഇരിക്കുക. ഓ, അതിന്റെ ടെൻഷനിലാണ്, നോക്കാൻ സമയം കിട്ടുന്നില്ല. കെവിനെ മോനെ, ഇവനാണോ നിനക്കാണോ കൂടുതൽ എന്നാലും ഫാൻസ്, ഗേൾസ് ഫോളോയിങ് ഉണ്ടെന്ന് തോന്നിയത് മോന്? ഗേൾസോ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ചേച്ചിയുടെ പള്ളിയിൽ ഒരിക്കൽ പെരുന്നാളിന് പോയപ്പോ അവിടുത്തെ ഒരു ആന്റി ഇവനെ കണ്ടിട്ട്, ആ മോനെ ഞാൻ പരിപാടിയെല്ലാം കാണാം, ഞാൻ തൊട്ട് സൈഡിൽ നിൽപ്പുണ്ട്, ഇവനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് എന്തോ പോലെ ആയിപ്പോ അല്ലെ, ഇങ്ങനെ മാറിപ്പോകുന്നതും ആകാം അല്ലേ? അങ്ങനെയാണ്. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ഇവിടെ കാരണം ഇത്രയും പേരുണ്ട്. ഇതേ പൊന്നമാൻറ്റി ഉണ്ട്, മല്ലികാൻറ്റി ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എന്തെങ്കിലും ഈ ഒരു ഏരിയനെ ഇപ്പം സ്പെസിഫൈ ചെയ്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞത്? കാരണം ഇവരുടെ ഷൈൻ ടോം ചാക്കയുടെ പെർഫോമൻസ് ആണ് എനിക്ക്. ഷൈൻ ടോം നിൽക്കുമ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കയുടേത് ചെയ്തു, പിന്നെ സുരേഷ് ഗോപി ആയിട്ട് ചെയ്തു,
അല്ലെ? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ആ ഷൈൻ ടോം ചാക്കോയുടെ മൂവ്മെന്റോ എന്തെങ്കിലും, സുരേഷ് ഗോപി എന്തെങ്കിലും സംതിങ് നിങ്ങൾ വൈറലായ ഒരു കണ്ടന്റ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാം. എന്തെങ്കിലും ജസ്റ്റ് മോളെ ഇതൊന്ന് പിടിച്ചേക്കോ, ഒരു മൈക്ക് കൂടെ കൊടുക്കോ. മാന്യ പ്രേക്ഷകർക്ക് ജോഡീശ്വറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മറ്റാരുമല്ല, നിങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണിയായിട്ടുള്ള ഷൈൻ ടോം ചാക്കോ. നമസ്കാരം ഷൈൻ ടോം. കൈ തരൂ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോ വിശേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലായോ? മനസ്സിലാവല്ലേ, അതാണ് ഇവിടുത്തെ നിയമം. ഞാൻ പറയുന്നത് എനിക്ക് പോലും മനസ്സിലാവില്ലേ, അങ്ങനത്തെയാണ്. ഷൈൻ ടോം, അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഏത് പരിപാടി? ഏത് പരിപാടി? നമ്മുടെ പരിപാടി പരിപാടി ഏതെന്ന് പറയാം. ഏത് പരിപാടി ഒന്ന് പിടിയോ പ്ലീസ്. കാര്യം ഷൈൻ ടോം, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് വിഷയമുള്ള കാര്യമല്ല. എനിക്ക് വിഷയമുണ്ട്, മാറിയില്ലേ? അപ്പൊ ഹോട്ട് സീറ്റിൽ കയറിയിരിക്കാം നമുക്ക്. ഇവിടെ എവിടെ ഹോട്ട് സീറ്റ്? എവിടെ? ഇത്ര മതിയോ? ഇവരെങ്ങാണ്ടൊക്കെ പോവാ. സൂപ്പർ. പെട്ടെന്ന് ഞാൻ പറയാം, ഇവരൊരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് പറയുന്നത്, പ്രായത്തെ വെല്ലുന്ന ഒരു പ്രതിഭ കൊണ്ട് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഇനി സിനിമയാണോ ആഗ്രഹം രണ്ടുപേരുടെയും? വിളിച്ചാ പോവും. ആണ്. ഡിജിറ്റലി കണ്ടിട്ട് ഏതെങ്കിലും സ്റ്റാർസ് ആരെങ്കിലും വിളിച്ച് നിങ്ങളെ നേരിട്ട് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക വല്ലതും ചെയ്തോ? ഇതുവരെ ഇല്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് കാലം ഇവരുടേതാണ്, നിങ്ങളുടേതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഒരു വലിയ കൈയടി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മള് അവാർഡ് നൽകാനായിട്ട് നമുക്ക് ആരെ കൊണ്ട് അവാർഡ് കൊടുപ്പിക്കണം? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരുപാട് വിവാദങ്ങൾക്കിടയിൽ പോലും എനിക്ക് തോന്നുന്നു ആത്മധൈര്യത്തോടെ പറയാനുള്ളത് മുഖം നോക്കി പറഞ്ഞ ഷിബ്ല ഫറ. ഷിബ്ലനെ ഞാൻ ഒന്ന് മുന്നോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഷിബ്ലയാണ് നെക്സ്റ്റ് അവാർഡ് ഇവിടെ ഇതാ നൽകാൻ പോകുന്നത്. ഓക്കെ ഷിബ്ല, എന്ത് തോന്നുന്നു? കാരണം ഡിജിറ്റൽ ഹാൻഡിൽസിൽ ആൾക്കാർക്ക് വേണ്ടി മാത്രം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഒരു അവാർഡും ഇത്രയും വലിയൊരു സ്കെയിലിന്, വാട്ട് യു ഫീൽ റൈറ്റ് അറ്റ് ദിസ് ടൈം? ഭയങ്കര നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ ആണല്ലോ ലോകം തന്നെ ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് കിട്ടുന്ന ഓരോ ഇൻഫർമേഷനും അവിടെ നിന്നാണ്. നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ തീരുമാനിക്കുന്നത് വരെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണെന്നുള്ളതാണ് സത്യം. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്. എനിക്ക് ഇതുവരെ ഇപ്പോൾ കൊടുത്ത അവാർഡ്സ് ഒക്കെ കണ്ടിട്ട് വളരെ അപ് ടു ഡേറ്റ് ആയിട്ടാണ് അത് ചെയ്തത്. വളരെ ഡിസേർവിങ് ഹാൻഡ്സിലേക്കാണ് പോയതെന്ന് തോന്നുന്നു. സോ വെരി ഹാപ്പി. എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാം, സ്വന്തം ഡിജിറ്റൽ മീഡിയ ഹാൻഡിലിൽ ഒരു കുറിപ്പ് എഴുതിയതിന്റെ പേരിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഇങ്ങനെ ഹണി റോസിന്റെ ഐഷ്യൂന്റെ സമയത്തൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വേറെ എന്തെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല. സോഷ്യൽ മീഡിയയിൽ യൂഷ്വലി ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതുന്നത് എനിക്കത് എഴുതണം എന്ന് വല്ലാതെ തോന്നുമ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ പൊതുവെ വിചാരിക്കുക ഒരു അഭിപ്രായം കുറഞ്ഞാൽ അത്രയും കുറയുമല്ലോ, അതാ നല്ലത്. അപ്പം ഞാൻ എഴുതുമ്പോൾ അത് കൃത്യമായി എഴുതാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ താഴെ വരുന്ന ലാംഗ്വേജ് മാത്രം ഞാൻ ഫിൽറ്റർ ചെയ്യാറുണ്ട്. അതർവൈസ് ഇറ്റ്സ് ഫൈൻ. അവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു ഇഷ്യൂ എല്ലാം ഒന്ന് റിസൈഡ് ആയി തോന്നുന്നു അല്ലെ? ഓൾമോസ്റ്റ് കുഴപ്പമില്ല. അപ്പൊ ഇനിയും എഴുത്തുകൾ തുടരട്ടെ. ഇഷ്ടമുള്ളതൊക്കെ തന്നെ എഴുതാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉള്ള ഒരു നാട് കൂടിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ അറിയാൻ പോകുന്നത് ഞങ്ങളുടെ ഇവിടത്തെ കുഞ്ഞു കുട്ടികളുടെ ഇടയിൽ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ ആയി മാറിയത് ആരാണെന്നാണ്. യെസ്, ലിറ്റിൽ സൂപ്പർ സ്റ്റാർ 2024 അർസ്ല ഖുറേഷി. അർസ്ലാൻ ഖുറേഷി ആണ് ചെറിയ പ്രായത്തിൽ തന്നെ ഫാഷന്റെ രംഗത്തേക്ക് കാലെടുത്ത് വെച്ച് വലിയ മോഡൽസിനെ പോലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വരുന്ന വരക്കം കണ്ടാൽ നമുക്കറിയാം. മൈ ഗോഡ്, ട്രോഫിയുടെ അത്രേ ഉള്ളൂ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഈ ചെറിയ പ്രായത്തിൽ അച്ചോടെ ഒരു ട്രോഫി തരട്ടെ ഞങ്ങള്. നമ്മളൊക്കെ ഈ ഒരു പ്രായത്തില് വീട്ടിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്നാൽ തന്നെ അമ്മേരെ സാരി തുമ്പിലേക്ക് മാറി അടുക്കളപ്പുറത്തേക്ക് ഓടുന്ന ആ പ്രായത്തിൽ നിന്ന് ഇവിടെ ഇതാ സ്റ്റേജിൽ കയറി നമ്മുടെ ഇത്രയും പേരുടെ മുന്നിലൂടെ നടന്ന ആത്മധൈര്യത്തോടെ വന്നിരിക്കുകയാണ്. എടാ നീ ചിരിക്കാത്തതാണോ അതോ ഫാഷന്റെ ഇതായോണ്ട് ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ അങ്ങനെയാണോ? കാരണം പൊതുവെ ഒരു ആറ്റിറ്റ്യൂഡ് ആണല്ലോ ഞങ്ങളുടെ ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. അതാണോ മോനെ? ആറ്റിറ്റ്യൂഡ് കിങ് ആണ് ശരിക്കും. ഓ, ആറ്റിറ്റ്യൂഡ് കിങ് ആണ്, അതാണോ ചോദിക്കുന്നത്? അതുകൊണ്ടാണ്. എന്തൊക്കെയാണ് മോൻ ഈ ഒരു ഫാഷൻ രംഗത്ത് ശ്രദ്ധിക്കുന്ന, ഒരു റാം വോക്ക് ചെയ്യുമ്പോ മോൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ചെരുപ്പ് ചിലപ്പോ ഒക്കെ ഉണ്ട്. ആരാ ഇത് പഠിപ്പിക്കുന്നത്? നടത്തൊക്കെ ആരാ പഠിപ്പിക്കുന്നേ?
അച്ഛനൊക്കെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? എന്താ വലുതാവുമ്പോ ആരാവണം എന്ന് ആഗ്രഹിക്കുന്നേ? സൂപ്പർ സ്റ്റാർ ആദു. സൂപ്പർ സ്റ്റാർ അതീ കുറഞ്ഞൊന്നും ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. മല്ലികാന്റി കേട്ടല്ലോ, ഞങ്ങൾ ഇപ്പൊ എത്ര വയസ്സായിടാ നിനക്ക്? 4 വയസ്സിൽ അവൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇനി വരുന്നുള്ളൂ, ഒരു തിരിഞ്ഞു നോട്ടം ഉള്ളൂ നമ്മള്. ഈശ്വരാ, എത്ര വർഷം എടുക്കുമായിരിക്കും ഒന്ന് സൂപ്പർ സ്റ്റാർ ആവാനായിട്ട് ഇപ്പൊ ലക്ഷണം കണ്ടിട്ട്? അതൊക്കെ ആയിക്കോളും. ഓക്കെ, ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്, ദുൽഖർ ഉണ്ട്. ഏത് റേഞ്ച് ആവണോന്നല്ല ഐഡിയ ഉണ്ടോ? ദുൽഖറിന്റെ റേഞ്ചാണ് അവൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. ലാൽ സാർ, മമ്മൂക്ക, അങ്ങോട്ട് നമ്മൾ ഇപ്പൊ കടക്കുന്നില്ല. ദുൽഖർ. ഓക്കെ, അപ്പൊ ഒരു പാട്ടൊന്ന് പാടിക്കേ മോനെ, ഒരു ചെറിയൊരു പാട്ട് ചേച്ചി. നിലവിനകളെ താനമരികെ വിരിയും ചിരികെ താനെ ഉയര ചിന്നറിയാൻ തോനെ ഉയരും മനസ്സിൽ വെതുരെ താനും ഈ തുകൽ പോലെ കാറ്റിൽ വന്നാൽ എഞ്ചിൽ തൊട്ടില്ലേ ജീവനേ. അതെന്തായിരുന്നു? അതിന്റെ ഇടയിൽ ഒരു സാധനം മോൻ തന്നെ അങ്ങ് ഇട്ടതാണ്. എന്തായാലും സൂപ്പർ. എടാ, ഈ മുടിക്ക് എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? ഈ മുടിയുടെ എന്തെങ്കിലും എണ്ണ, ഷാമ്പൂ? പലതൊക്കെ ഇടാറുണ്ട്. പലതും ഇടാറുണ്ട്. അതൊന്നും ഇപ്പൊ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാം സീക്രട്ടാ ഞങ്ങള്. ഓക്കെ, അപ്പൊ ഷിബ്ലെ രണ്ടുപേരോട് ഒരു മ്യൂസിക് ഇട്ട് കൊടുത്ത രണ്ടുപേരും ഒന്ന് റാമ്പ് വാക്ക് ചെയ്ത് എന്നെ അങ്ങ് ഇറങ്ങിപ്പോക്കോട്ടെ. ആ മൈക്ക് ഒന്ന് മേടിച്ചേ. എടാ, പേരിനെ തന്നിട്ടുണ്ട്, കിഡിലായിട്ട് റാമ്പ് വാക്ക് ചെയ്തോണം കേട്ടോ. ഷിബ്ല ഒന്ന് ബാക്കിൽ നിന്ന് വരാം നമുക്ക് മോന്. ഓക്കെ, താങ്ക് യു so much.